വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിക്കുന്നതിന് സർക്കാരിന് മെല്ലെപ്പോക്ക് ഉണ്ടെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ബജറ്റിൽ വകയിരുത്തിയ 48 കോടി രൂപയിൽ ഇതുവരെ അനുവദിച്ചത് 21 കോടി രൂപ 82 ലക്ഷം മാത്രമാണ്. മൃഗങ്ങളുടെ വരവിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനങ്ങൾ ഇപ്പോഴും ദുർബലമാണ്. കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഫണ്ടില്ല സർക്കാരിൻ്റെ കയ്യിലെന്നല്ലേ സർക്കാർ പറയുന്നത്? ഗുഡ് മോർണിംഗ്. ഈ വന്യമൃഗജീവി ആക്രമണമെല്ലാം സംസ്ഥാനത്ത് വ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ബജറ്റിൽ അനുവദിച്ച ഫണ്ട് പോലും വനം വകുപ്പിന് കിട്ടുന്നില്ലെന്നൊരു സാഹചര്യം വരുന്നത്. ഈ 48 കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ചതിൽ അതിൽ 21 കോടി രൂപ അവിടെ മാത്രമാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നതാണ് കണക്കുകളും മറ്റും വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിരോധ സംവിധാനങ്ങളിലും ആകെ മൊത്തത്തിൽ വനം വകുപ്പിന് മെല്ലപ്പോക്കാണ്. ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വേഗത്തിൽ പുരോഗമിക്കും എന്ന് പറയുമ്പോഴും സംസ്ഥാനത്തെ ഭൂരിഭാഗം മേഖലകളിലും ഫെൻസിംഗ് ഇതുവരെ പൂർത്തിയാക്കാനായിട്ടില്ല. ഒപ്പം തന്നെ ഈ വന്യജീവി സങ്കേതങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുമെന്ന വനംവകുപ്പ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇക്കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഈ RRTകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും, ഇതിൻ്റെ ഏകോപനം കൂട്ടുമെന്നൊക്കെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമുണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഈ വന്യമൃഗങ്ങളുടെ വരവിനെ സംബന്ധിച്ച വിവരങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും സംസ്ഥാനത്ത് ദുർബലമാണ്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും ഒപ്പം തന്നെ കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കാത്തതാണ് ഈ വനംവകുപ്പിന് ഈ കാര്യത്തിൽ പ്രതിസന്ധിയിലാക്കുന്നത്. വനംവകുപ്പ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഫണ്ടില്ലായ്മ അവരെ പിറകോട്ടടിപ്പിക്കുന്ന കാര്യമാണ്. മിക്ക വനംവകുപ്പ് ഓഫീസുകളിലും വാഹനങ്ങളില്ല, ഉള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ വളരെ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലാണ് ഈ വന്യജീവി ആക്രമണങ്ങൾ വനംവകുപ്പ് നേരിടുന്നത്. നിരവധി കുറ്റപ്പെടുത്തലുകൾ വനംവകുപ്പ് നേരെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും ഇത്തരത്തിലുള്ള നിരവധി പരിമിതികൾ വനംവകുപ്പ് നേരിടുന്നുണ്ട്. എന്തായാലും ഫെൻസിംഗ് ഉൾപ്പെടെ പുരോഗമിക്കുന്നു. കേന്ദ്ര ഫണ്ടെല്ലാം അടുത്ത് കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് വനംവകുപ്പുള്ളത്. ഓക്കെ, താങ്ക് യു എ വി ജയശങ്കർ.